മിയ മിയ വളരെ ഭാഗ്യമുള്ളൊരു നടിയാണ്. ആദ്യ ചിത്രമായ ചേട്ടായിസ്, പിന്നീട് റെഡ് വൈൻ, ഇപ്പോൾ ജിത്തു ജോസഫിനൊപ്പം നല്ലൊരു ടീമിൻ്റെ കൂടെ, നല്ല സംവിധായകരുടെ കൂടെയാണ് മിയയുടെ എല്ലാ സിനിമകളും വരുന്നത്. എന്ത് തോന്നുന്നു? ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വർഷ മാത്യൂസ് എന്നാണ്. ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സാറിനോട് ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞൊരു കാര്യം, എപ്പോഴും ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫേസും കൊണ്ട് വന്ന് നിന്നേക്കല്ല്, നല്ല ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെ വന്ന് ചെയ്യണം എന്ന് ആദ്യമേ പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഉള്ളൊരു ക്യാരക്ടറാണ്. ചേട്ടായിസിനേക്കാളും റെഡ് വൈൻ പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല. പിന്നെ ഇതിൽ പടത്തിൽ ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറല്ല. പക്ഷെ കുറച്ച് സീൻസ് ചെയ്യാനുള്ളത് എല്ലാ രാവിചേട്ടൻ്റെ കൂടെയും വിജയരാഘവൻ ചേട്ടനും ഒക്കെ കൂടെയായിരുന്നു ചെയ്യാനുള്ളത്. അങ്ങനെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിച്ചപ്പോൾ ആദ്യത്തെ സിനിമയിൽ നിന്ന് ഇപ്പം മൂന്നാമത്തെ സിനിമ മെമ്മറീസിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സിനിമയിൽ നിന്നും എന്ത് പഠിച്ചു? ഓരോ സിനിമ സെറ്റും ഓരോരോ അനുഭവങ്ങളാണ് തന്നത്. ചേട്ടായിസിലും ചേട്ടായിസിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സെറ്റിലെല്ലാവരും. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മെമ്മറീസിലും കിട്ടിയത്. സാറാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും സെറ്റിൽ എല്ലാവരും നല്ല ജോളിയായിട്ട് ഇടപെട്ട് നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു വർക്കൊക്കെ പോയിരുന്നതൊക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞു നൈറ്റിലൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഷൂട്ടൊക്കെ പോയിരുന്നതെന്ന്. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ സീൻസ് ഒന്നും വന്നില്ല. സുഖമായിട്ടെല്ലാം ഡേയിലായിരുന്നു ഷൂട്ടൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പോയി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. മിയ തന്നെ പറഞ്ഞു മിയയുടെ ഒരു സ്വഭാവമായിട്ട് യാതൊരു. അപ്പോൾ എങ്ങനെയാണ് മിയയിലേക്ക് എത്തിയത് ഈ ഒരു ക്യാരക്ടർ? വർഷ മാത്യൂസ് എന്നുള്ള ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് നേരത്തെ കമ്മിറ്റഡ് ആയിരുന്നല്ലോ. അപ്പോൾ മിയയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ ശരിക്കും മൈ ബോസിന്റെ ഡബിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ചേട്ടായിസിന്റെ ഡബിങ് അവിടെ ലാൽ മീഡിയയിലൂടെ ഉണ്ടായിരുന്നു. അപ്പം പരിചയപ്പെട്ടു. അപ്പം എൻ്റെ അസോസിയേറ്റ് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു. പിന്നെ സംസാരിച്ചു വന്നപ്പോൾ എന്നോട് അസോസിയേറ്റ് പറഞ്ഞു. അപ്പം ഞാൻ സുരേഷ് കൃഷ്ണ അവിടെ എന്തൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ. അപ്പം ഓൾറെഡി ഇങ്ങനെ നമ്മൾ ഈ ക്യാരക്ടറിന് വേണ്ടി ഒരാളെ നോക്കി നടക്കാം. അപ്പോൾ സുരേഷ് കൃഷ്ണ ചോദിച്ചു, നല്ല കുട്ടിയാണ്, നന്നായിട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഞാനപ്പോൾ അവിടെ വെച്ച് തന്നെ സൂചിപ്പിച്ചു അല്ലേ, ഇങ്ങനെ ഒരു ചെറിയ ഇത് വേണ്ട, കൺഫേംഡ് അല്ല എങ്കിലും. പിന്നെ വെച്ചാൽ നമുക്കൊരു പേഴ്സണാലിറ്റി, ചെറിയ ഹൈറ്റും ഇതൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു അങ്ങനത്തെ ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് അപ്പിയറൻസ് വൈസ് മിയ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അഭിനയമായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല, ചേട്ടായിസ് ഇറങ്ങിയിട്ടില്ല. എനിവേ അത് ചേട്ടായിസ് വന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയായി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിയോട് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞു. ഇതിനകത്തെ ഹീറോയിന് ഭയങ്കര ലെങ്തി ഇതൊന്നും ഇല്ലെങ്കിലും ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പം എന്താ പറയുക, മേഘനയ്ക്കും ഉള്ള ക്യാരക്ടറിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. മിയയ്ക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു സീരിയസ് ആയിട്ട് ഉള്ള പ്രസ് റിപ്പോർട്ടറാണ്. ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടി നടക്കുന്നു. വളരെ യാദൃശ്ചികമായി ഈ സാം എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ കണ്ടുമുട്ടുകയും അത് പിന്നീട് വേറെ തലത്തിൽ ഒരു കേസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിയ ഒരു ഭാഗമാകുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ക്രൂഷ്യൽ ഏരിയയിൽ ഈ ക്യാരക്ടർ വന്നു പോകുന്നുണ്ട്. പിന്നെ സെറ്റിൽ വന്ന് ആദ്യം വന്ന് കുറച്ച് ദിവസം എന്ന് ചോദിച്ചപ്പം ഫുൾ ടൈം ചിരിയാണ്. അപ്പം ഞാൻ ഇതിന് എന്ത് പറഞ്ഞാലും പുള്ളി ചിരി, ഈ ചിരിയാണ്. അവസാനം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവിടെ ഷോട്ടിനടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴും എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് നോക്കി ചിരിച്ചു ഇങ്ങോട്ട് നോക്കി ചിരിച്ചു. അവസാനം ഞാൻ പറഞ്ഞത് ഈ ചിരിനടുത്ത് ഇന്ന് ക്യാരക്ടറിന്, അതായത് വർഷ ചിരിക്കാൻ പാടില്ല, വർഷ സീരിയസ് ആയിട്ട് വേണം എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ആ ഫസ്റ്റ് ഷോട്ടിന് നമ്മളത് ആക്ഷൻ പറഞ്ഞപ്പോഴേ പുള്ളി ആൾ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വളരെ എന്താ പറയുക, ടാലൻ്റ് ഉള്ള ഒരാളാണ്, നല്ലൊരു ഫ്യൂച്ചറുള്ള ആളാണ്. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഇനി വരും. ഇതിനകത്ത് ചെറുതാണെങ്കിലും ആ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.